ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആറാമത്തെ നോമ്പ് ഞാൻ ഇപ്പോഴത്തെ വീട്ടിൽ നിന്നാണ് ഇൻട്രോ കൊടുക്കുന്നത്. ബിക്കോസ് നമ്മുടെ പുതിയ ഈദ് സ്റ്റോക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് ഇന്ന് മോർണിംഗ്. അത് പൊട്ടിച്ച് ഒരു ഇതിനൊരു കുറവില്ല, ഒരു റീൽ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഡെയിലി സൽവാറിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കുറേ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് യാ, ടുഡേസ് എബ്രൂസ് ബർത്ത്ഡേ, അതിൻ്റെ സെലിബ്രേഷൻ ഒക്കെ ഇന്നലെ നൈറ്റ് തന്നെ കഴിഞ്ഞ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കും. അത് ഞാൻ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം പിന്നെ. അപ്പോൾ സ്റ്റോക്ക് വന്നതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബോക്സൊക്കെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ്, 2 ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞ്. എവറി വീക്സ് വി ആർ ഗെറ്റിംഗ് ദ സ്റ്റോക്ക്. ഇതൊക്കെ പുതിയ സ്റ്റോക്സ് വന്നാണ്. ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലും കുറേ ഉണ്ട്. ഇത് പൊട്ടിച്ചിട്ടില്ല, ഞാൻ ഇനി പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോക്സ് വന്നിട്ടുണ്ട് ഓൾറെഡി, അത് പൊട്ടിക്കാനുണ്ട്. അത് വെസ്റ്റേൺ ആണ്. അപ്പോൾ ഡെയിലി ഇങ്ങനെ നമുക്ക് സ്റ്റോക്സ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വെബ്സൈറ്റിലൊക്കെ. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം നമ്മുടെ പേജസും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇന്നത്തെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാന്ന് നോക്കിയിട്ട് ഞാനൊന്ന് ഫുൾ സെറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ യാ ഗൈസ്, അങ്ങനെ അപ്പുറത്ത് വിട്ടിപ്പോയ പണിയൊക്കെ കഴിഞ്ഞ്. ഒരു രക്ഷയില്ല, പുതിയ കളക്ഷൻസൊക്കെ അടിപൊളിയാണ്. എനിക്ക് തന്നെ എല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്. എം സൈസിൽ അടിപൊളിയാണ്. വലിയ സൈസസും വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. 5XL 6XL അങ്ങനെയൊക്കെ വലിയ പ്ലസ് സൈസുള്ള ആൾക്കാർക്കുള്ളതും ഞാൻ വർദ്ധിച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ ഗോട്ട് എ ലോട്ട്സ് ഓഫ് റിക്വസ്റ്റ് പ്ലസ് സൈസിനെ കൺസിഡർ ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ വർദ്ധിച്ചിട്ടുണ്ട്. സോ ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്ലസ് സൈസൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൊളിക്കാം. ഇൻഷാല്ലാ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ കിച്ചൺ. ഇറ്റ്സ് ഓൾറെഡി 3 PM. ഇന്ന് ഒരേ സ്നാക്ക് ഉണ്ടാക്കുള്ളൂ. ആൻഡ് ഐ പ്രിപ്പയർ ബിരിയാണി ബിക്കോസ് ഇറ്റ്സ് മൈ ബേബീസ് ബർത്ത്ഡേ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ കിച്ചൺ. ഗൈസ്, അങ്ങനെ ഞാൻ രാവിലെ തന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ലേറ്റായി ബിക്കോസ് ഐ വാസ് എഡിറ്റിംഗ് എബ്രൂസ് ബർത്ത്ഡേ വീഡിയോ. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഇറ്റ് വാസ് ലേറ്റ്. എബ്രൂൻ്റെ ബർത്ത്ഡേ കേക്ക് അങ്ങനെ തന്നെ ഉണ്ട്, നമ്മൾ ആരും കഴിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് വേണം നോമ്പ് തുറന്നിട്ടൊക്കെ കഴിക്കാൻ. അപ്പോൾ സുഹാൻ ഇത്തരം പണിയൊക്കെ കഴിഞ്ഞിട്ട് എബ്ബിൻ്റെ അടുത്ത് കളിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ പണിയൊക്കെ തീർത്തിട്ട് ഇപ്പുറത്ത് വന്നു. അപ്പോൾ നമുക്ക് ഒരു തവം വെച്ചിട്ട് ബൈ ദ വേ ബേബി ചൈനയിലോട്ട് ഫ്ലൈ ചെയ്തു ഇന്ന് രാവിലെ. ഇപ്പോൾ അത് ഐ മീൻ കണക്റ്റാന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ശ്രീലങ്ക പോയിട്ട് അവിടെ നിന്ന് ചൈന. ഇപ്പോൾ ശ്രീലങ്ക എത്തിയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചൈന പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചൈനയിലോട്ട് ഫ്ലൈറ്റ് ഇപ്പോൾ കയറിയെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും ഒരു 5-6 മണിക്കൂർ കഴിയും ബേബിയുടെ അപ്ഡേറ്റ്സ് കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ബേബിയുടെ ചൈന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് വാട്ട് എവർ ദ തിങ്സ് യു വാണ്ട് ഫ്രം ചൈന. ബേബി ഇമ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് യാ, നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബ്ലിങ്ക് ബേയുടെ ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹോൾസെയിൽ നമ്പർ ഉണ്ടല്ലോ, അതിൽ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ആൻഡ് വൺ മോർ ഗുഡ് ന്യൂസ്, ഞാൻ ഫിറ്റ് ചെക്കിലും ഹോൾസെയിൽ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഈ പ്രാവശ്യം ബേബി ചൈനയിൽ നിന്ന് സ്റ്റോക്ക് ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ ഹോൾസെയിൽ. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ എവിടെയും കാണാത്ത, കോമൺ അല്ലാത്ത നല്ല നല്ല ഐറ്റംസ് ഫിറ്റ് ചെക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യു ക്യാൻ ബൈ ഹോൾസെയിൽ ആൾസോ. മിനിമം പ്രൈസ് എത്രയെന്നൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഐ വാസ് ജസ്റ്റ് പ്ലാനിങ് ആൻഡ് ബേബി സെഡ് യാ ഗോ ഫോർ ഇറ്റ്, അടിപൊളിയായിരിക്കുമെന്ന്. അപ്പോൾ യാ, ഇൻഷാല്ലാ വി ആർ പ്ലാനിങ്. സോ ഇതിൽ കുറച്ച് കറി ലീവ്സ് വേണ്ട, അതൊക്കെ തന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ പോകണം കേട്ടോ. ഇന്ന് മുതൽ വളരെ സിമ്പിൾ ഹംബിൾ ആയിട്ടുള്ള നോമ്പ് തുറ ആയിരിക്കും. ബിക്കോസ് ഹസ്ബൻഡ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് വലിയ ആഘോഷമൊന്നുമില്ല. ആക്ച്വലി നമ്മളെല്ലാം ഉണ്ടാക്കാൻ ബേബിക്ക് വേണ്ടിയാണ്. അവരൊക്കെ ഉള്ളപ്പോഴെല്ലാം ഒരു രസം തിന്നാനൊക്കെ. പക്ഷെ കടികൾ ഒരെണ്ണമെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജൈബു സീനാവും. കടികളില്ലാതെ നോമ്പ് തുറക്കാൻ അവന് ഇഷ്ടമല്ല. ഇല്ലെങ്കിൽ അതും ഉണ്ടാക്കൂലായിരുന്നു ചിലപ്പോൾ. ഫ്രൂട്ട്സ് കട്ടാക്കി നോമ്പ് തുറന്നാണ്. കട്ട്ലറ്റിന് ബീഫ് ഇല്ലല്ലോ. അപ്പോൾ ബീഫ് ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഞാനിന്ന് പ്ലാൻ ചെയ്തത് ചിക്കൻ ബോക്സ്, ചീസി ചിക്കൻ ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിള്ളേർക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഗൈസ്, എങ്ങനെ പോകുന്നു നിങ്ങളുടെ നോമ്പൊക്കെ?
തമിഴ്നാട്ടിൽ ചൂടാണോ? ഇവിടെ ഒന്നും പറയണ്ട, ചൂടിൻ്റെ അങ്ങേറ്റമാണ്, പൊള്ളിപ്പോവും ഫുള്ള്. സോനാണെങ്കിൽ ആ വർക്ക് ഏരിയയിൽ ഫുള്ള് തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കും, ചൂടടിക്കട്ടോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ബിരിയാണിയുടെ പണി ചെയ്യാം. അത് കഴിയുമ്പോൾ ഒരേ കടി ഉണ്ടാക്കാനുള്ളൂ, അത് പെട്ടെന്ന് കഴിയും. ബിരിയാണിയുടെ പണി സോസറാ അതുകൊണ്ട് ബാക്കിയൊക്കെ ഉണ്ടല്ലോ റെഡിമെയ്ഡ്. പക്ഷേ ഐ എം നോട്ട് എ ഗുഡ് ഫാൻ ഓഫ് റെഡിമെയ്ഡ് ഐറ്റംസ്. സോസേജ് എനിക്കിഷ്ടമാണ്, സോനു ഉണ്ടാക്കണത് കുറച്ച് സോസൊക്കെ ഇട്ടിട്ട് മിക്സിങ്, അത് ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ റെഡിമെയ്ഡ് ഇങ്ങനെ പൊരിക്കണത് കിട്ടുമല്ലോ, നഗേറ്റ്സ്, മറ്റേ ചിക്കൻ ബോൾസ് ഒക്കെ, അതിൻ്റെ ഐ എം നോട്ട് എ ഗുഡ് ഫാൻ ഓഫ്. എനിക്ക് അതിനൊരു സ്മെല്ല് കിട്ടും. ബേബിക്കും ഇഷ്ടമല്ല തോന്നുന്നു. ബേബിന്ന് എങ്ങനെയാണാവോ നോമ്പ് തുറക്കണത്, പാവം ഫുൾ ട്രാവലിംഗ് ആയിരിക്കുമല്ലോ. എനിക്ക് കൈക്ക് കിട്ടിയ ഷോളാണ് ഇട്ടുകൊണ്ട് വന്നത്. ഞാൻ ഇട്ട സൽവാറിൻ്റെ ഷോൾ വാഷ് ചെയ്തത് ഇപ്പം ഇട്ട്. ഐ ആം വെയറിങ് നൈറ്റ് വെയർസ്. അപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്ന് ഒരുങ്ങി പിടിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ ഓൾറെഡി അവിടെ ഇപ്പോൾ ഷൂട്ടിന് പോയി പുതിയ പാക്കറ്റ്സ് ഒക്കെ നോക്കി. നമ്മൾ അടിപൊളി കളക്ഷൻസ്, അടിപൊളി. അപ്പോൾ അതിൻ്റെ 2 സൽവാർ എടുത്ത് ഞാൻ വീഡിയോ ചെയ്തു, അതിന് അപ്ഡേറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ മേടിച്ചോളാം, പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയി, പിന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വരരുത്. റീസ്റ്റോക്ക് സോനോട് ഓർഡർ ആക്കി തന്നെ എനിക്ക് മാറ്റി വെച്ചോ. ബിക്കോസ് നിങ്ങൾ പറയുന്ന പോലെ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഐറ്റംസ് കിട്ടൂല, മനസ്സിലായോ? ഞാനാണെങ്കിൽ സെലക്റ്റഡ് ഐറ്റംസ് എടുത്ത് നോക്കണം. എനിക്കിങ്ങനെ എല്ലാ പേജസിലും ഉണ്ടാവുന്ന പോലെ ഒരു ഐറ്റം ഇങ്ങനെ ട്രെൻഡായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുമല്ലോ, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഐ നീഡ് സംതിങ് ഡിഫറെൻറ്റ്. യു ഗൈസ് ഹാവ് ടു വെയർ സംതിങ് ഡിഫറെൻറ്റ്. നമ്മുടെ പേജിൽ നിന്ന് മേടിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള സൽവേഴ്സാണ്, അതും അഫോർഡബിൾ ആയിട്ട്. നിങ്ങൾക്ക് പെരുന്നാളിന് മാത്രമല്ല, അത് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇടാൻ പറ്റണം. അങ്ങനെയൊക്കെ നോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം സ്റ്റോക്ക് എടുത്തിട്ടുള്ളത്. ഒറ്റ പ്രാവശ്യമായിട്ട് മൂലക്ക് വെക്കാൻ പറ്റരുത്, വെക്കണ പോലെ ആവരുത്. അതുകൊണ്ട് നോക്കി കണ്ടിട്ടാണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ നോക്കി നിങ്ങൾക്ക്. ഇപ്പോൾ സ്റ്റോക്കൊക്കെ എല്ലാം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാത്ത സ്റ്റോക്സൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും. വെബ്സൈറ്റിലെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. വീഡിയോ എനിക്ക് സമയമുള്ള പോലെ ഞാൻ ചെയ്യണം. അപ്പോൾ വെബ്സൈറ്റ് കയറി നോക്കാം എപ്പോഴും. വെബ്സൈറ്റിൽ എങ്ങനെ കയറി നോക്കണം? നിങ്ങൾ ഗൂഗിൾ എടുക്കുക, www.fitcheckethnicsbymashrobashir.com. എന്തിന്? എത്നിക്സ് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ www.fitcheckbymashhrobashir വെസ്റ്റേൺ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ. ചെറിയ ഡിഫറൻസേ ഉള്ളൂ, രണ്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ 2 ബണ്ടൽസ് വന്നത് വെസ്റ്റേൺ ആണ്. പിന്നെ കുറച്ച് ഞാൻ ബണ്ടൽസ് കാണിച്ചത് അല്ല എത്നിക്സ് ആണ്. പിന്നെ ഞാൻ കുറച്ച് ആ മൂലൊക്കെ ഒരു ബണ്ടൽസ് കാണിച്ചില്ല, കുറച്ച് അത് വെസ്റ്റേൺ ആണ്. അത് പൊട്ടിക്കാനുള്ളതാണ്. അപ്പോൾ സമയം കിട്ടില്ല, ഇന്നലെ എബോൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിലായിപ്പോയി. അതെല്ലാം പൊട്ടിച്ചെന്ന് എനിക്ക് നിങ്ങളെ കാണിക്കണം. അതിൻ്റെ ഇടയിൽ ഈ നോമ്പിൻ്റെ തിരക്ക്, ഫുള്ള് തിരക്കോട് തിരക്ക്. ഉറക്കമില്ല, ഇപ്പോൾ ഉറങ്ങണില്ല, ആക്ച്വലി സമയം മതിയാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ബേബി ഇല്ലല്ലോ, അപ്പോൾ ഇനി സിംഗിൾ കടികൾ എന്തായാലും കുറേ എണ്ണം ഉണ്ടാക്കാം ഡെയിലി എന്ന് വിചാരിച്ചു. പിന്നെ വെറുതെ സമയം പോകും. ഹായ്, യു വാണ്ട് സം വാട്ടർ? ദാറ്റ്സ് ഡർട്ടി വാട്ടർ. മമ്മ ഫ്രഷ് വാട്ടർ തരാം ബേബി. എന്താ വാട്ടർ? എപ്പോൾ ഹിയർ യു ഗോ. ആൾ പോയി. കുടിക്കാനല്ല വെള്ളം, കഴിക്കാനാണ്. അത് തുറന്നു കൊടുക്കാനാ പറയാം. ഞാൻ വീണ്ടും എൻ്റെ അലർജിയും ചുമയുടെ കാര്യം പറയണ്ടെന്ന് വിചാരിച്ചത്. ഞാൻ ബേബി പറഞ്ഞ പോലെ ഇതിന് ചുമ റംദാൻ വീഡിയോ അല്ലെങ്കിൽ അലർജി റംദാൻ വീഡിയോ ആയി പോകും. പക്ഷെ എനിക്ക് സ്റ്റിൽ അങ്ങനെ തന്നെ, ഒന്നും ചെയ്തിട്ട് മാറണില്ല. തണുപ്പ് പിടിക്കരുത്, കടികൾ കഴിക്കരുത്. ഞാൻ നോപ്പ് എടുത്തിട്ട് വെറുതെ ചെയ്യാൻ എനിക്ക് ടെംപ്റ്റ് ആവും. ഇന്നലെ ഇന്നത്തെ റൈസ് അടിപൊളിയായിരുന്നു, മസാല മന്തി റൈസാണ് നമ്മുടെ അടുത്ത്, ഇഷ്ടമായി. വാട്ട് യു വാണ്ട് ബർത്ത്ഡേ ബോയ്? നമ്മുടെ ബർത്ത്ഡേ ബോയ് birthday boy want happy birthday to you. What? I need cake. You need cake? Yes. Oh. I cake for one. Okay, mama birthday cake tara baby. പാവന് കേക്കൊക്കെ കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഗൈസ്, ഈ ചിക്കൻ വേവുന്ന സമയത്ത് വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ തവ ഞാൻ ഓണാക്കി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇത് ബോൺലെസ് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ചീസ് ബോക്സിൽ
നമുക്ക് ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്തിടാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് പണി തീർന്നാൽ പിന്നെ ഇരിക്കാമല്ലോ. പിന്നെ പെട്ടെന്ന് തീരാൻ ചാൻസ് ഇല്ല, ചാൻസ് കുറവാണ്. നാളെ തീർക്കാനുള്ള പ്ലാനാണ്. കുടിക്കാൻ എന്തായിരുന്നു? ചിക്കു അടിക്കാം അല്ലെങ്കിൽ ചീത്താവും. അപ്പോൾ നമുക്ക് ചിക്കു നമ്മൾ ആദ്യത്തെ നോമ്പ് പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഫ്രൂട്ട്സൊക്കെ അജിത്താണ്ടി കൊണ്ടുവന്നാണ് ഇന്നലെ. പാവം മറ്റേ ഷമാം, മാംഗോ ബേബി മേടിച്ചാണ്. ഓറഞ്ച്, പപ്പായ, വാട്ടർമെലൺ ഒക്കെ. പിന്നെ നമ്മുടെ ഷേക്ക് ചിക്കു ആയിരിക്കും. ഇത് സോനു ബിരിയാണിക്കുള്ള മസാല എടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് സോനത്തെ നോമ്പ് തോര? ഓട്സ് ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അത്താഴത്തിന് ഞാൻ എണീറ്റില്ല. ഉറങ്ങുമ്പോൾ തന്നെ 2-3 മണിയായി ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട്. ഞാനും സോനു നല്ല ഉടക്കില്ല. എന്നിട്ട് സോനിയുടെ മെസ്സേജ്, ഒരു അസ്വസ്ഥത എടുക്കണ്ട്, തിന്നത് കൂടിയിട്ടാണ്. സോനു പറഞ്ഞു സ്പ്രൈറ്റ് കുടിക്കാൻ. ഞാൻ ഉറങ്ങിയിട്ടില്ല, മടിയായി. എന്തോറാ കഴിച്ചത് ഞാനാ കൂടുതൽ കഴിച്ചതെന്നോ? എനിക്കിഷ്ടായി. നമ്മ എപ്പോഴും പ്ലെയിൻ മന്തിയൊക്കെ അല്ലേ കഴിക്കണേ, മസാല ഇല്ലാത്ത. ഇന്ന് 2 പേരും കോസ്റ്റ്യൂം മാറില്ല, ഒന്നുമില്ല, എല്ലാം മതിയായി. ഉള്ള കോസ്റ്റ്യൂമിലൊക്കെ വീഡിയോ എടുക്കാതെ ഞാനൊരു ഷോളൊക്കെ പൊതിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കേണ്ടത്. ചോറും നൈറ്റ് ദേഹനൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതി ഇതല്ലേ. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യണം മുമ്പ് നൈറ്റ് വേഴ്സിലാണെങ്കിൽ നമ്മൾ പോയി സൽവാറൊക്കെ ഇടും. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവൂല അങ്ങോട്ട്. മതിയായി. യെസ്, അപ്പോൾ അത് സോന മിക്സ് ആക്കാം. ഇപ്പോൾ അവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഐ എം ഡാം ഷുവർ അവൻ എന്തെങ്കിലും ഒപ്പിക്കണുണ്ടാവും. ലെറ്റ്സ് ചെക്ക്. I know you. What is this? Full പുഴയൊക്കെ വെച്ചേക്കണ കണ്ട? What is this? എന്താ ചെയ്തേ? എൻ്റെ അപ്പ എന്താ ചെയ്തേ? What have you done? My birthday boy, what have you done? You gave bath to dog? What to eat? Dog taking bath? Yeah? That's Taking bath? Yes? Oh no! Is it clean now? What will my baby dog? What? What is this, Ebru? Full water? Eat dog? It's a dog? I know, it's a dog. What have you done, but? A dog? Dog? Ebu, happy birthday to you. Birthday to you. Happy birthday, my dear Ebu. Happy birthday to you. My baby, you're so sweet. മമ്മയുടെ മുത്തേ, അല്ല കാക്കട്ടെ മമ്മയുടെ മുത്തിനെ. ഡാഡി എവിടെ? എബ്രു, വേർ ഇസ് ഡാഡി? എബ്രു, വേർ ഇസ് ഡാഡി? ഡിഡ് യു കോൾ ഡാഡി? ഫുൾ ബിസിയാണ്. Oh, big food. Oh, lots of water. That's a water. What to do? I think water? Can you please clean it? It's so messy. Water? Can you please clean it for Mama? Dog? Dog? Is it clean? A dog? Sink or float? Sink or float? Sink. Sink! Good boy! Sink? Off what? Sink or float? What? Where is Masha? Cutie Masha? Cutie Masha? Hey, don't give bath to Masha. Keep it away. Oh, Masha is sad. Where is Hulk? Okay, hey. Oh, Hulk. Okay, Hulkinde ഒരേ കാൽ കയറുള്ളൂ. ഓക്കെ, ഡൺ. മമ്മ ക്ലീൻ ചെയ്തോട്ടെ ബേബി? Can I clean this? Ooh, so nice. Wait a minute.
Okay. Okay, you play. Mama is going. Bye, baby. Bye, baby. Bye, Mama. Bye. Bye. See you. See you. I love you. I love you so much. Don't worry, eat with that. Don't worry. Oh, I eat Captain America. Captain America. Captain America. Let's see where we get them. Okay, let's see Captain America. Perfect. I just like it. Mama's good boy. The dog. Dog. Okay, perfect. Chink. Sink or floor? Well, It's sink. Now let's check the car. Sink or floor? Let's check the car. Sink or floor? fingers. Check. 1, 2, 3. Oh no, it sinks. Car sink. Bye, Abu. അങ്ങനെ എബ്രു അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഫുള്ള് വൈബ്. ഓ മൈ ഗോഡ്, ഐ ഫോർഗോട്ട് ദിസ്. സുഹാനിട്ടൊക്കെ അങ്ങോട്ട് മരച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഒരു കാര്യത്തിൽ പോയ ഒരു കാര്യം നമ്മൾ മറക്കും. എസ്പെഷ്യലി എബുവിൻ്റെ കാര്യത്തിൽ പോയാൽ ഞാൻ എല്ലാം മറക്കും. അപ്പോൾ ഇത് മതി. ആ ടൈമായോ ഇത്ര പെട്ടെന്ന്? ഓ ഗോഡ്, ഐ എം സ്റ്റക്ക് വിത്ത് മൈ വർക്ക്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കടിക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തല്ലോ, അതേ പാത്രത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഞാൻ റെഡ് ക്യാപ്സിക്കം, പിന്നെ ഓണിയൻ, യെല്ലോ ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ലെറ്റ് സോട്ട്. കുറച്ചിട്ടാൽ മതി, ബിക്കോസ് ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് നല്ല രീതിയിൽ അതേ നമ്മൾ ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെ ഒന്ന് നല്ല നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കാം. അത് കണ്ടില്ല. ഇപ്പോ ചിക്കനും നമുക്ക് കൂടുതലുണ്ട്, പിന്നെ ഈ സവാളൊക്കെ കൂടുതലുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വേറെ ഐറ്റമും ഉണ്ടാക്കാം കേട്ടോ. മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുണ്ടാക്കണമെന്ന്. അപ്പൊ ആദ്യം ചീസ് ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതിലായിരിക്കും എന്തുണ്ടാക്കാൻ പോകുന്നത്. ഗൈസ്, അതിൽ നമ്മളിനി ഞാൻ ഓൾറെഡി ചിക്കൻ കട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് തന്തൂരി മയണീസ് ആഡ് ചെയ്യാം. സമയമില്ലാത്ത സമയത്ത് ഇത് പൊട്ടിച്ചിട്ടില്ല. സോനു സൈബിനെ വിളിക്കാൻ പോയത് കൊണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എബുനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നെയും ഒപ്പിക്കുവാൻ. റെഡിമെയ്ഡ് തന്തൂരി മായോ 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. And let's mix it. നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് മാറി. ഇനി വേണമെങ്കിൽ യു ക്യാൻ ആഡ് പിസ്സ പാസ്ത സോസ്. രണ്ടും പോവാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ you guys know, right? I am just experimenting. അപ്പോൾ കുറച്ച് പിസ്സ പാസ്ത സോസും ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ. ഈ ഐറ്റംസ് ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ
ഓനിയൻ, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ആ ചിക്കൻ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതൊക്കെ കുറച്ച് ആഡംബരമാണ്, ഉള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ സെറ്റായി നമ്മുടെ. ഇനി ചീസും ആഡ് ചെയ്ത് നമുക്ക് ബോക്സ് ആക്കി എടുത്താൽ നമ്മുടെ ചീസി ചിക്കൻ തന്തൂരി ബോക്സ് എന്ന് പറയുന്നത് റെഡിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ അപ്പുറത്ത് അടുത്ത സെറ്റ് മുറിഞ്ഞി സെറ്റ് വയ്ക്കുക. അതൊന്നും ഞാൻ മാറ്റട്ടെ. എന്നിട്ട് അതേ ഓയിലിൽ വേണം നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ. ഞാൻ ഇത് കാണിച്ചു തരാം. സൈഗ് വന്നു തോന്നുന്നു. So let me show you the cheesy chicken tandoori masala. ഇങ്ങനെ ഉണ്ടാവും. And I'm sure it will be yummy. And okay, നമുക്കിത് ഓഫ് ആക്കിയിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ മസാല റെഡി. ചീസ് മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിൽ എടുക്കാം. സ്ലൈസോ പല ടൈപ്പ് ഓഫ് ചീസ് അതുകൊണ്ട് മൊസറല്ല എടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ബോക്സ് ആക്കി സെറ്റാക്കാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, ബിക്കോസ് യു ഗൈസ് നോ ഹൗ ടു മേക്ക് എ ബോക്സ്. 2 സമോസ ഷീറ്റ് എടുത്തിട്ട് പ്ലസ് ആയിട്ട് വെച്ചിട്ട് എപ്പോഴുടെ ബർത്ത്ഡേ കേക്ക് എപ്പോൾ ഇപ്പോഴാണൊന്ന് ആസ്വദിച്ച് കഴിക്കണമെന്ന് തോന്നുന്നു. എന്നാലും ഫുള്ള് ഓർപ്പിച്ചായിരുന്നല്ലോ. ഇപ്പം ഞാൻ കൊടുത്തായിരുന്നു. കേക്ക് മുറിച്ച് അവൻ്റെ മൂടൊക്കെ മാറി, പിന്നെ ഉറങ്ങണമെന്നായി. കേക്ക് മുറിക്കണ വരെ കേക്ക് മുറിക്കണമെന്നായിരുന്നു. മുറിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും എടുത്തിട്ട് തീരെ. അവനോട് പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് സെറ്റാക്കിക്കൊണ്ടിരുന്നു. ബ്രോ കുളിക്കണ്ടേ? ബോ കുളിച്ച് ന്യൂ ഡ്രസ് ഇടണ്ടേ? മമ്മയുടെ ഈ പണി കഴിയുമ്പോൾ കുളിപ്പിക്കാം കേട്ടോ മമ്മ. അപ്പോൾ ബോക്സ് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. ചിക്കൻ ചീസി തന്തൂരി ബോക്സ് ഈസ് ഓൾറെഡി റെഡി ആണ് അവിടെ. അപ്പോൾ നമ്മൾ അടുത്ത ചിക്കൻ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എൻ്റെ തലക്ക് പോയ ഒരു ഐറ്റമാണ്. 2 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒനിയൻസും കുറച്ചധികം ഉണ്ടായിരുന്നു, ആൻഡ് ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി എല്ലാം നമ്മളങ്ങനെ ഇടും. എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ ഇങ്ങനെ പിച്ചിടണമെന്നില്ല, ഇത് എല്ലുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പിച്ചിടുന്നതാണ്. കുഴപ്പമില്ല, വെച്ചിട്ടാൽ പിന്നെ അത് ഗ്രൈൻഡ് ആവാൻ കുറച്ച് ഈസിയാണ്. അത് വേറെ കാര്യം. സോനുൻ്റെ നെയ്ച്ചോറ് വേവാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ള റൈസാണ്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് വേവിച്ചിട്ട് പിന്നെ മിക്സ് ആക്കാതെ പണി. ഇനി ഒരാളിന്ന് നോമ്പ് പിടിച്ചിട്ടില്ല, സ്കൂളിൽ നിന്ന് വന്നിട്ട് കാണിച്ചു കൊടുക്കൂ. തല തുടച്ചില്ലേ? നിറച്ചും വെള്ളം. അത് അതിന്ന് ഹാഫ് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ തരാം. അപ്പോൾ 2 പേരും വയ്യും അനിയനും ചേട്ടനനിയനും കേക്ക് തന്നു ഗൈസ്. എന്ത് ചെയ്യാൻ പോണം? അതിൽ കുറച്ച് മിൽക്ക് ഒഴിക്കാം. I don't know whether it work or not. Work ആയാലും ആയില്ലെങ്കിലും തോന്നിട്ട് നിങ്ങളായിട്ട് ഞാൻ പറയും. എന്ത് ചെയ്യാൻ പോണത്? I think it will work. കൈപ്പോള പോലെ നോക്കട്ടെ, ഇത് അടിച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കട്ടെ. ജസ്റ്റ് ക്രഷ് ചെയ്യലാണ്. കുറച്ച് ഉപ്പ് എന്ത് കബാബ് പോലെ. എന്താന്ന് എനിക്ക് പോലും മൈൻഡിലൊരു സാധനം വന്നു, അത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്താണ് പൊരിക്കാനാണോ? യെസ്, അടിച്ചെടുക്കുമ്പോൾ ഞാൻ ആദ്യം അടിക്കാതിരിക്കാതെ കിറക്കിറക്കറ ഫുൾ അടിച്ചെടുക്കും പേസ്റ്റ് പോലെ. ഇതെന്താ? ജ്യൂസ് വഴി മറന്നുപോയി, സൈകിനെ വിളിക്കാൻ പോയത്. അപ്പോൾ ഞാൻ ചിക്കു ജ്യൂസ്. കാണിച്ചു തരാം. ഓക്കെ,
ഐ തിങ്ക് പാൽ ഒഴിക്കണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ വിചാരിച്ച കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കടലമാവ് ഗേഡ് കോമ്പിനേഷനാണ് മോമ എല്ലാം കൂടി. ഇറ്റ് വിൽ വർക്ക്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇതിപ്പോൾ എന്ത് കൺസിസ്റ്റൻസി ആവണം അറിയോ, എനിക്ക് കയ്യിൽ പിടിക്കാനുള്ള കൺസിസ്റ്റൻസി ഇത് ഫുൾ കടലമാവ് ടേസ്റ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഇല്ല. കുറച്ച് കോൺഫ്ലേക്സും കൂടി ഇടണം കുടിച്ച്. അതല്ല, കോൺഫ്ലെക്സിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് പൊരിക്കാനാണ്. പക്ഷേ ഇത് നമ്മൾ കട്ട്ലറ്റ് പിടിക്കൂലേ, അങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പാൽ വയ്ക്കാൻ നേരം ഒന്നാമത് സവാളയിൽ വെള്ളമുണ്ടോ, അപ്പോൾ വെജിറ്റബിൾസിലൊക്കെ വെള്ളമുണ്ടോ. കുറച്ച് സവാള ഉണ്ട്. ഇതിപ്പോൾ മറ്റേ എന്താ ഇതായി എന്ത് സാധനം? ഇത് ചിക്കൻ സവാള ബജ്ജി. ബജ്ജി, മറ്റേ എന്ത് ഓണിയൻ പക്കോട. ഇങ്ങനെയൊക്കെ എക്സ്പെരിമെന്റ് ചെയ്താലേ ലൈഫിൽ കുറച്ച് എന്താവുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാനും ഒരു ഇതാവുള്ളൂ. കിട്ടുള്ളൂ. ഓണിയൻ പക്കോട പോലെ പുതിയൊരു റെസിപ്പി നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ? ഓണിയൻ പക്കോട, ഇതിനെ ചിക്കൻ ഓണിയൻ പക്കോട. ഇനി ഇത് എങ്ങനെ പൊടിച്ചിട്ട് തിന്നാനുള്ള ടേസ്റ്റ്, ഒരു കുറച്ചെടുത്തിട്ട് ഇട്ടിട്ടിട്ടിട്ട് ഉണ്ടാക്കി ഇട്ടിട്ട് അല്ലേ ഇതിന്റെ ടേസ്റ്റ് ഞാൻ തീർക്കും പറയാം. വിൽ ബി പെർഫെക്റ്റ്. അപ്പോൾ 2 കടിയായില്ലേ? ഓണിയൻ ബജിയുടെ സ്മെല്ല് വന്നിട്ട് സ്ട്രൈറ്റ്. അപ്പോൾ നമുക്കിത് ബിരിയാണിയിലോട്ട് പോവാം. ഇപ്പൊ വരും എല്ലാം തോന്നി. വാ 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 വാ. നോമ്പ് തുറക്കണവരെ പിടിച്ചോണ്ടിരിക്കുന്നത്. അടിക്കൂ വിസലേ, അടിക്കൂല പൊട്ടിത്തെറിക്കണ പോലെ. അടുത്ത ബിരിയാണി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാല ഇതിൽ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തില്ല, അതിൻ്റെ ഓയിൽ, കുറച്ച് നെയ്യ്, സവാള, ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റ്, കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു കുത്തൽ മാറുന്ന വരെ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടൊമാറ്റോ ഒക്കെ ഇപ്പം ഇടണ്ട, പിന്നെ ഇടണം. ഇതൊക്കെ നല്ല രീതിയിലൊന്ന് ഓൾറെഡി 4:30 കഴിഞ്ഞു. 5:30 ആകുമ്പോൾ എൻ്റെ എല്ലാ പണി കഴിയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കഴിയുമായിരിക്കും. ഇനി ബിരിയാണി മാത്രമേ ഉള്ളൂ. ഡ്രിങ്ക്സ് സോൺ ഉണ്ടാക്കി വെച്ച് ഞാൻ 2 കടി ഉണ്ടാക്കി ബിരിയാണി സെറ്റ്. തപ്പിട്ടതേ വീഡിയോയിൽ കാണാം, പക്ഷെ ഇവിടെ തപ്പിട്ടപ്പയല്ല. എന്നാലും അത്യാവശ്യം സ്പീഡ് ഉണ്ട്. ഇത് വേറെ കാര്യം. അയ്യോ, ഇതൊന്ന് ഷോർട്ടാക്കാൻ നമുക്ക്. ഇതിലോട്ട് എന്നിട്ട് ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കുറച്ച് ബിരിയാണി മസാല ഇട്ട്, ബാക്കി ഒരു പൗഡേഴ്സും ഇട്ടിട്ടില്ല. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ. ഇനി മല്ലിയിലും പുതിന ഇടാനുണ്ട്. അതിവിടെ ഫ്രിഡ്ജിലില്ലായിരുന്നു, അപ്പോൾ സോണ് പോയിട്ടുണ്ട് കൊണ്ടുവരാം. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാവും. ഇത് സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ്, ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. ഇറ്റ്സ് വെരി ഈസി, ട്രൈ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നും എല്ലാം കാണിക്കാൻ പറ്റൂല. അപ്പോൾ ഞാനിപ്പോൾ ലെയർ ചെയ്തുകൊണ്ടിരിക്കുക ബിരിയാണി. സിമ്പിളായിട്ടുള്ള ബിരിയാണി അല്ലേ? യു ക്യാൻ ട്രൈ. നാളെ ട്രൈ ചെയ്ത് പറയണം എങ്ങനെ ഉണ്ടെന്ന്. പറയണം. സുഹാനത്തെ പറയൂ, സുഹാനത്തെ പറഞ്ഞത് ചെയ്യുന്നുണ്ട്. സോറി, ഇന്ന് ഓട്സ് ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് ചൂട്. മുതലാളിനെ കുളിപ്പിച്ചിട്ടില്ല, വെള്ളത്തിലൊക്കെ കളിച്ചിരിക്കും. ഈ ബിരിയാണി ഒന്ന് സെറ്റാക്കി പിന്നെ എന്റെ പണി കഴിയും. അപ്പൊ കുളിപ്പിക്കാം. വാൾനട്ട് എന്ന ഇത് പറയണം. ഉടവുള്ള എല്ലാ ബക്കറ്റും വെബുമാണ് പൊക്കത്തേറിക്കല്, ചവിട്ടല്, മെതിക്കല്. Come, run. Ebu, touch. Touch. Touch this. Ebu. What? ബർത്ത്ഡേ ബോയിനെ കാണിച്ചേ. Happy birthday to you. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്.
Happy birthday to you. കുഞ്ഞു Happy birthday. Abraham, happy birthday to you. Yay! May the dear God bless പണ്ട് you. സ്കൂളിലൊക്കെ പാടുന്നത്. Bless you. ബാക്കി മറന്നുപോയി. Happy birthday to you. ആ ടീഷർട്ടിലെ ഉള്ള ഓട്ടം വലുതാക്കണം. അപ്പൊ കീറിയ പോലെ സ്റ്റൈലോട്ടായിരുന്നു. നോ സ്റ്റൈലോട്ടോ വെല്ലോട്ടാക്കിയോ? സ്റ്റൈലോട്ടോ വലിയോട്ടായിരിക്കും. ദാരിദ്ര്യോട്ടായിരിക്കും. ദാദിയുടെ ടീഷർട്ട് ഒറ്റ ദിവസം കൂടെ നശിപ്പിച്ചാണ്. നോബു ബേബി അല്ലേ മമ്മടെ. അപ്പോ അവ ബിരിയാണി ഈസ് റെഡി. ഫുള്ള് ഞാൻ തന്നെ തിന്നു. എല്ലാം പറയോ ഡയലോഗ്. ഞാൻ അത് തിന്നും ഇത് തിന്നും, ഒന്നും തിന്നൂല. ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞ പണ്ടത്തെ പോലെ ഒരു ഇല്ല. എല്ലാരും കണ്ണു വെച്ച് എല്ലാം പോയി. ഇന്നലെ കൊതിയായിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാങ്ങയൊക്കെ കൊണ്ടുവന്നേക്കുവാ. സുഖാരിത്തെ പ്രഗ്നന്റ് ആണെന്ന് ചോദിക്കണ്ട. അല്ല മാങ്ങയൊക്കെ വിചാരിച്ചു സോഡയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ച് ഇട്ടിട്ട മാങ്ങ കുടിച്ചാലോ. എല്ലാരും നോമ്പൊക്കെ തുടങ്ങുമ്പോ മറ്റേ എന്താണ് ജാർ സോഡ, അത് സോഡ, ഇത് അതുപോലെ കുടിക്കും. അതുപോലെ കുടിക്കാൻ സോഡ പിടിച്ചില്ല. അപ്പൊ നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് തമ്മിട്ട ബിരിയാണി പണി കഴിഞ്ഞു, എല്ലാം പണി കഴിഞ്ഞു. ആക്ച്വലി അതെന്തിനാ സോനു പായസം വെക്കാൻ പോണേ മോന്റെ ബർത്ത്ഡേക്ക്. സോണിന്റെ ഫേവറേറ്റ് ആക്ച്വലി മറ്റേ അടയാണ്. ഇത് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് സോനു പായസം വെക്കാൻ പോണേ. അപ്പൊ ഇന്നത്തെ എബുന്റെ ബർത്ത്ഡേക്കുള്ള ബിരിയാണി പായസം എല്ലാം സെറ്റ് ആവും. അപ്പൊ ഞാൻ എബുനെ കുളിപ്പിച്ചിട്ട് അവനൊരു പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കട്ടെ. ഇന്നലെ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇന്ന് വീണ്ടും ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. സോ ഗൈസ്, സോനുന്റെ പായസം ഈസ് റെഡി. 2 പാക്കറ്റിന് പായസം ഇച്ചിരി ഉള്ളു. എന്നിട്ടാണ് ഞാൻ പറഞ്ഞു ഒരു പാക്കറ്റ് മതി സോനു. അപ്പൊ സോനുന്റെ അടുത്ത് പപ്പടം ഇട്ടിട്ട് കഴിക്കാനില്ല. ഓക്കെ, എബിനെ ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇനി എബിന് ന്യൂ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എവിടെ എൻ്റെ ബർത്ത്ഡേ ബോയ്? My birthday boy, happy birthday, Ebu. You look so cute, mashallah. Where is dinosaur in your dress? It's in your dress. Dinosaur. Cute ആയിട്ടില്ലേ? ഇത് സോന് സെലക്ട് ആക്കി മേടിച്ചാണ് എബുന്. Yellow. She love yellow. And Ebu looks so pretty, so cute, so handsome. എല്ലാം പറയാൻ തോന്നി എനിക്ക്. മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. അടിപൊളി. ക്യൂട്ടി പൈ, ഇസ് ഇറ്റ് യുവർ ബർത്ത്ഡേ? Is it your birthday today? It's your birthday. Yeah. It's my Ebu's birthday. Mine. It's my Ebu's birthday. Happy birthday, Ebu. Happy birthday. Ebu വെൽതാകുമ്പോൾ നമ്മുടെ വ്ളോഗ് കാണോ? ബർത്ത്ഡേ വ്ളോഗ്സ്. Baby birthday. Big birthday. Okay? Big birthday. When you grow up, you watch Mama's vlog and be happy. My darling. Mama loves you. Mama loves you. Mama loves my baby. Mama loves you. 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 You look so good. So cute, so pretty, mashallah. Daddy, we miss daddy. I miss daddy. Para, I miss daddy. Oh, 1, 2, 3. Daddy, come fast, Para. I miss you. I miss you. Daddy. I love you, daddy. I love you, daddy. Come, daddy. Come, daddy. Miss you, daddy. Miss you, daddy. I love you, daddy. I love you, daddy. My daddy. My daddy. Baby. My buche. No. സോ ഗൈസ്, ഞാനൊന്ന് വീണ്ടും അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു 7 o'clock ഇതൊക്കെ എന്തായെന്ന് നോക്കാൻ.
ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. വി ഹാവ് മോർ ദാൻ 200 പീസസ് ഇന്ന് ഡിസ്പാച്ച് ചെയ്യാൻ. 7 o'clock ഉണ്ട്. ഓൾറെഡി 3 o'clock പിന്നെ മോർണിംഗ് 10 o'clock പോയിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് വന്ന ഓർഡേഴ്സാണ് മാഷാ. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് യു ക്യാൻ ഡയറക്റ്റ്ലി പർച്ചേസ് ത്രൂ വാട്സപ്പ് നമ്പർ ഞാൻ എപ്പോഴും കൊടുക്കുന്നതായിരിക്കും എല്ലാ വീഡിയോസിലും. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമില്ല, റീൽസിൽ അപ്ഡേറ്റ് ചെയ്യണത് കാണാൻ പറ്റില്ല എന്ന് പരാതി പറയരുത്. ഞാൻ യൂട്യൂബ് ഷോർട്സിലും എല്ലാം ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സിലും റീൽസും അല്ലാതെ കൂടാതെ കുറേ ഐറ്റംസ് കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഔട്ട് അവർ വെബ്സൈറ്റ് www.fitcheckethnicsbymashrabashir.com. ഇഫ് യു വാണ്ട് സൽവർ അങ്ങനത്തെ ഡ്രസ് എത്നിക്സ് വെയർ. ഇഫ് യു വാണ്ട് വെസ്റ്റേൺ വെയർസ് യു ഹാവ് ടു ചെക്ക് ഔട്ട് www.fitcheckbymashurabashir. അപ്പോൾ എൻ്റെ എക്സ്പെരിമെൻറ്റ് സോണും ഇവിടെ ചെയ്യുന്നുണ്ട്, പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. കണ്ടിട്ട് അയ്യോ അത് ഉള്ളിൽ വേവണ്ടേ, കുറച്ചുകൂടി ഇട്ടോ. കുത്തി വെച്ചാൽ അങ്ങനെയൊക്കെ കുത്തല്ലേ, ബ്രൗൺ ആയില്ല. ഒരു ഇല്ലെങ്കിൽ ഒരു ഇത് വരും, എന്ത് മാവ് ടേസ്റ്റ്. ഓക്കെ ആയിരിക്കും. സോസൊക്കെ ഇട്ടിട്ട് തിന്നാം. സോസൊക്കെ ഇട്ടിട്ട് എന്ത് വേണമെങ്കിൽ തിന്നാം ഗൈസ്. അതാണ് സോസിൻ്റെ ഒരു ഇത്. ഏത് പിടിക്കൂ കവർ ഇതൊക്കെ ഓണാക്കിയിട്ടിട്ട് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മൈക്ക് വെക്കാന്ന് പറയണം. മൈക്ക് മേടിക്കാൻ ഒരാൾ പറയാനുണ്ടായിരുന്നു. മൈക്ക് ആക്ച്വലി ഉണ്ട് നമുക്ക്, അത് കുത്താനാ മടി. ആ മൈക്ക് വെച്ച് കൊണ്ടുപോയി. ബേബിയോടെ ചാനലിലുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിരിക്കും. നമുക്ക് മറ്റേ ബട്ടൺ മൈക്ക് മേടിക്കാം. ബഷിക്ക് ആ മൈക്ക് കൊടുത്തിട്ട് ബട്ടൺ മേടിക്കാം. ചിക്കൻ 65 പോലെ ഉണ്ട്. തിന്നാൻ അങ്ങനെ ഉണ്ടായാൽ കൊള്ളായിരുന്നു. കടലമാവ് 65 തിന്നാനൊരു വികാരം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. ചൂടാറിയിട്ട് ഞാനുണ്ടാവും. ചൈതന് വിളിക്കണ്ടേ? 6:20 ആകുമ്പോൾ പോകണം. 6:20 ആയാ ഞാൻ നോക്കിയില്ല. ഞാനൊരു വീഡിയോ എഡിറ്റ് ആക്കണായിരുന്നു. ന്യൂ ഡ്രോപ്പ് നമ്മുടെ ഈ നല്ല അടിപൊളി എനിക്കുള്ളത് മാറ്റി വെച്ചോട്ടെ. ഞാൻ പിന്നെ വേണ്ടി ഗൈസ് പറയൂ. കൊടുക്കാൻ വേണ്ടി. അപ്പൊ വ്യൂവേഴ്സ് കുഴപ്പമില്ല, കൊടുത്തോളെ. അതാണ് സ്നേഹം, എന്നോടുള്ള സ്നേഹം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോ ഇത് ചിക്കൻ പൊരിച്ചിട്ടണ പോലെ ഉണ്ട് ഗൈസ്. ചിക്കൻ അല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ലുണ്ടോ ട്രൈ ചെയ്യണോ വേണ്ട ഞാൻ തുറന്നിട്ട് പറയാം. ഉള്ളിൽ എന്തോ ആവും. ഫസ്റ്റത്തെ സോൺ ഇട്ടതാണ്, അപ്പൊ അത് ഫ്ലോപ്പ് ആവാൻ ചാൻസ്. പിന്നെ അത് എടുക്കണത് ഞാൻ എടുത്താണെന്ന് പറയും വേവാത്തൊക്കെ. ഞാന് ഇതുപോലെയൊക്കെ തന്നെ ഞാൻ ഇട്ടത്. സൈസ് നോക്ക്, സൈസ് നോക്ക്, സൈസ്. ഹായ് ബർത്ത്ഡേ ബോയ്. What? What? അത് തലയാണ് കാണണം, നേരക്ക് കാണുന്നില്ല. ഇവര് ഓർഡർ അവനെ കാണിക്കാന്ന് വെച്ചിട്ട്. ഓക്കെ. അപ്പൊ എബ്രോന്റെ എന്താന്ന് നോക്കട്ടെ. എന്താണ് എബു? വാട്ട് ഫിനിഷാ? ഓക്കെ, ഞങ്ങൾ അവന്റെ കാര്യം എന്താന്ന് നോക്കിയിട്ട് വരാം. Yes, number one. Yes. Yes. More. What's that number? Cookie Monster. Cookie Monster. Monster? Do not eat that, okay? Boo boo in your throat. If you eat that, you'll get boo boo in your throat. Okay? Cookie Monsters. Give me. Give to mama. Where is Pikachu? Show me your Pikachu. Where is the Pikachu? Pikachu. Show me your dinosaur. Show me your dinosaur. Oh no. Hey, do not throw it, Boo. Do not throw the toys. Good baby, alla mamma. Yes. Yes. Cookie
Monsters. Yeah, Quickie Monsters. Cookie Monsters. Let's eat food. I want. Let's get ready for iftar. Okay. I want monsters. Let's get ready for I iftar. want monsters. You want monsters? ആദ്യമായിട്ട് ഒരു കൊച്ചു മോൺസ്റ്ററിനെ ചോദിക്കുക. You want monsters? Whoa. Wait, Baby, it's your birthday. It's your 3rd birthday. Happy birthday to you. You want chocolate? You want surprise? Yes, I want surprise. Chocolate. Wow, thank you. Surprise for mama? Yeah. Yay. Number 1. Number 1. Number 2. Number 2. Yes. Yes. Number 4. Hey, number 3. It's number 3, baby. Number 3. Number 3. Number 4. Number 4. Number 5. Number 5. Number 6. 6. Good boy. Number 7. Number 7. Number 8. Number 8. Number 9. Number 9. Number 10. Number 10. Yay, good boy. A. A. B. B. Time ആയി കുഞ്ഞി. You play, okay? ഞാൻ ഇഫ്താറിന് സെറ്റ് ആക്കട്ടെ. Bye bye. H. H. Bye bye. Say bye. No. Bye bye. Bye bye. Bye bye. Bye bye. Bye bye. See you. Hi. Hi. ഗൈസ് അങ്ങനെ കടികളൊക്കെ നമ്മൾ ടേബിളിൽ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഉടുക്കത്തെ വിശപ്പ് ബിരിയാണി കണ്ടപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കടിയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ മറ്റേത് ഒരു എക്സ്പെരിമെൻ്റ്. അതെങ്ങനെ പാളിയാ പാളും അല്ലെ നല്ല നല്ലതായിരിക്കും. അപ്പോൾ സുനും ബിരിയാണി വെക്കും അശ്വിനി എന്ന് പറഞ്ഞു. സോ സുനു ഇന്ന് അത്താഴമൊക്കെ എണീക്കാത്തോണ്ടിട്ട് ഭയങ്കര വിശപ്പല്ലേ സുനു നോമ്പ് തുറന്നപ്പോൾ തന്നെ ബിരിയാണി കഴിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനാ സാക്ഷി. ഇത് 2 കടിയും കഴിച്ച് മിണ്ടാതിരിക്കുള്ളൂ മൂലയ്ക്ക്. അത്ര കഴിച്ചോ. നല്ല ചൂടായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫ്രൈ ഒക്കെ ആക്കിയിട്ടല്ലേ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് വിളമ്പാം സുനുവിന് വേണ്ടി. സുനുവായിരിക്കും ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണം ബിരിയാണി. And she'll tell you guys how's it. Ebbu's birthday special biryani. Biryani smells like biryani. Alle. Biryani is biryani. നമുക്ക് എല്ലാ വെള്ളം വേണ്ട അല്ലേ? നിനക്ക് കഴിക്കാനുള്ളത് ടേസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ എന്തായാലും ഇപ്പോൾ കഴിക്കൂല, കുറച്ച് കഴിയും. നല്ലൊരു ഒത്തൻറ്റിക് ബിരിയാണിയുടെ മനം ഉണ്ട് കേട്ടോ. റിയലി അല്ലേ? ലുക്സ് ഗുഡ്. ഓക്കെ നല്ല സുഖം കഴിക്കണം. ബാക്കി നമുക്ക് അങ്ങനെ ക്ലോസ്. ഇന്നത്തെ ഫുൾ ദിവസത്തെ ഇപ്പൊ കഴിക്കും. ഇതൊക്കെ പറയൽ മാത്രമേ ഉണ്ടാവും, നടക്കൂല. സീരിയസ്ലി സ്മെൽസ് ടു ഗുഡ്. സുരന്റെ അടുത്ത് വെക്കട്ടെ ബിരിയാണി. ഓക്കേ. എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാൻ തരും. കാണിക്കാനുള്ളതൊന്നുമില്ല ഗൈസ്, ബേബി ഇല്ലാത്തോട്ടിട്ട്. തന്തൂരി അല്ല, തന്തൂരി ചീസ് ചിക്കൻ ബോക്സ്. പിന്നെ ഇത് തട്ടിക്കുട്ടിയൊരു കടി, നല്ല ബിരിയാണി, വീണ്ടും ആ ചീസ് ബോക്സ്, പിന്നെ നമ്മുടെ ചിക്കു ഷേക്ക് ആൻഡ് നാരങ്ങ വെള്ളം, പിന്നെ ഡേറ്റ്സ്, കുമത്തി,
ആ സിമ്പിളായിട്ട് നമുക്ക് തുറക്കാം മതി. ക്യാമറ കണ്ടില്ലേ? ഓക്കെ, സെറ്റാണ് ടേബിൾ. ടൈമും ആയി. സൈഗു അങ്ങനെ ട്യൂഷന് പോയി വന്ന്. സൈഗു ബിരിയാണി കഴിക്കോ ഇപ്പ, അല്ലെങ്കിൽ കടികൾ മാത്രമാണോ? ചോദിക്കണത് സൈഗുനെ അറിഞ്ഞോണ്ട് സുനു 2 പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു. എബോ ഇമ്മി ആ ചെയറിൽ ഇരുത്തിയാരോ എബോനെ? That's dirty. That is good. This is good chair. Yeah. എന്റെ ഫോണിൽ സോനുണ്ട് ബാങ്ക്. My car. No. It's broken. It's broken. I didn't fix it. You didn't fix it? എന്റെ ജ്യൂസ് You need help? You need help? Mama will help you after iftar. ചിക്കു ഇതെന്താണ് ഒരു ഈച്ച ഇവിടെ നിന്നാണ് കറക്റ്റ് ടൈമില്. സോനു തളർന്നൊടിഞ്ഞ്. ഈച്ച നോമ്പ് പിടിച്ചിട്ടുണ്ടാവും. ആ ഡാഡ ഇല്ലാത്തതിനാണോ ചളി? ഡാഡയുടെ ചളി ഇല്ലാത്തതിനാണ് ഡാഡയുടെ മോന്റെ ചളി. ആ എന്താന്നോ മൂക്ക് നല്ല ഇടി പിടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ചൂടെടുക്കുമ്പോ എന്റെ മൂക്ക് അതുപോലെ എന്താണത്? എനിക്ക് തോന്നുന്നു ആരാ മാന്തിയ പോലെ ഉണ്ട് പിടിച്ചിട്ട്. ഇടിച്ചാരെങ്കിലും ഞാൻ സത്യം അതെന്താ ആ സത്യം? കളറല്ല ഇടി കിട്ടിയേക്കണേ മൂക്കിലിട്ട് ആരും ഇടിച്ചു. നീ പോണവരെ കുഴപ്പമില്ലായിരുന്നല്ലോ വീട്ടിൽ നിന്ന്. അവൻ തന്നെ വിളിച്ചുകൊണ്ട് പിന്നെ അത് പറഞ്ഞ ശരിയാവില്ല. ഡാഡൊക്കെ കാണിച്ചു കൊടുത്താൽ ഡാഡ ഫൈൻഡ് ഔട്ട് ചെയ്യും. ജൈവിയുടെ മൂക്ക് സ്ട്രോബെറി പോലെ ആയിരിക്കും. ആ നോമ്പ് തുറക്കുമല്ലോ. ഓക്കെ കഴിക്കൂ, എനിക്ക് ഡേറ്റ്സ് വേണ്ട. ഗൈസ് അൽഹംദുലില്ല അങ്ങനെ 6ാമത്തെ നോമ്പ് ബേബി ഇല്ലാതെ നമ്മൾ തുറക്കുകയാണ്. ബേബി എവിടെ നോമ്പ് തുറക്കുന്നുണ്ടോ? ഫ്ലൈറ്റിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. ഹൗസ് ഫ്ലൈ പശുവിന്റെ പ്രൈസിൽ കുറെ കടികളില്ലാണ്ട് ടേബിൾ ഒരു എന്തോ പോലെ. സോസ് ഒന്നുമില്ല നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ചീസി. ഓ ആ എക്സ്പ്രഷൻ ഒക്കെ കാണണല്ലേ. ഒന്നുകൂടിട്ടെ കൊള്ളാവോ സൈഗു? ചീസ് പിസ്സ പോലെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. മറ്റേ എക്സ്പെരിമെന്റ് ചെയ്തത് നീ കഴിക്കും, എങ്ങനെ ഉണ്ടെന്ന് പറ. ദിസ് ഇസ് സോ ഗുഡ്, ട്രൈ ഇറ്റ്. സോസ് മുക്കി തന്നെ. Hey, sauce, come here. നാളത്തെ നോമ്പിന് വരുമോ? സുനൈന സോസ് ഇല്ലാതെ ഇരിച്ചേട്ടെ. ഒരു ചമ്മന്തി ഇല്ലാതെ കുഴപ്പമില്ല. 4 മണിക്കടി 4 മണിക്കടി അതെന്തോ സാധനം? സുനോ കണ്ടോ, എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു ഷേക്ക് എക്സ്ട്രാ. ഫുള്ള് കഷ്ടപ്പാടാവളാണ് രാവിലെ മുതൽ പണിയെടുത്ത് മടുത്ത്. എന്നിട്ട് അവർക്ക് ഒരേ നിർബന്ധം ക്യാമറയിൽ കാണിക്കരുത്. ഞാൻ അങ്ങനെ കാണിക്കാൻ സുഖമില്ല, നമ്മള് എന്താ പറയാ വാക്കുകളില്ല. നീ ഇപ്പൊ കഥ പറയാതെ കഴിച്ചിട്ട് പറയാം. ഇതെന്താ സംഭവം? തന്തൂരി ചീസ് ബോക്സ്, ചിക്കൻ ചീസ് ബോക്സ്.
പല പേരാണ് ഞാൻ പറയുന്നത്. പിന്നെ കളഞ്ഞ എനിക്കറിയണ്ടേ എനിക്ക് പോലെ അറിഞ്ഞൂടാ നോക്കിയില്ലാരും. ഞാൻ തിന്നിപ്പം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട്. അടിപൊളി. താങ്ക് യു. നല്ല ഉപ്പ എനിക്ക് സൈഗുന്റെ എക്സ്പ്രഷനും സുനുന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ സാറ്റിസ്ഫൈഡ്. നിനക്കില്ലെന്നായി പഴക്കുണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും. ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്. കമ്മിയായി ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സുനു മനുഷ്യന്റെ പണി എന്താണെന്നറിയോ, നല്ല ടേസ്റ്റുള്ള സാധനങ്ങളില്ലേ പിശുക്കി കറക്റ്റ് അത് ഉണ്ടാക്കുള്ളൂ. ഇതാണ് അങ്ങനല്ല. അതിൻ്റെ ഒരു ഇതെന്താ അറിയോ, എനിക്ക് കുറച്ചുണ്ടാക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് വരണം. ഒരു ഹേ ഗേൾ, ലാസ്റ്റ് റംദാൻ യു പ്രിപ്പയർ മാക്ക് ആൻഡ് ചീസ്. ഈ പ്രാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടില്ല, സോ യു ഹാവ് ടു പ്രിപ്പയർ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ എത്ര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ പോകുന്ന കണ്ടിക്കണം. ഉമ്മച്ചീനെ പോലെ പ്ലം ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇല്ലത് കഴിക്കേ. എന്റെ കൈപുണ്യത്തിനെ പറ്റി പറയൂ. ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പ്രാവശ്യം എന്തുണ്ടാക്കുന്നു അതുണ്ടല്ലോ ചീസ് അല്ലേ? അട്ട കഴിച്ചു വന്നോ? പോയാന്ന് എനിക്ക് വയ്യാറുള്ളായി. പക്ഷേ ഇപ്പൊ അങ്ങനെ മിസ്സായത്. പെട്ടെന്ന് പറയാൻ ഫുള്ളായ ഇതെന്താ ഓണിയൻ ബജ്ജി, ചിക്കൻ ബജ്ജിയുടെ മിക്സ്. ചിക്കനും അത് മിക്സ്ഡ് ആക്കി ഇട്ടിട്ടുണ്ട്. മിക്സർ കൊള്ളാം. എനിക്ക് ലൈക്ക് പിസ്സ അവരുടെ ഒരു കസിൻ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡു ട്രൈ ഇറ്റ്. അടിപൊളി. ഇത് കഴിച്ചു നോക്ക്. സോസ് ഇട്ട് കൊള്ളാം. ഇച്ചിരി കിട്ടി. കിട്ടി. ലാസ്റ്റ് അതെങ്ങനെ ചാൻസ്? ഞാനിങ്ങനെ വാരി കോരിട്ടിട്ടുണ്ടല്ലോ. ലാസ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. വാരി കോരിട്ടിട്ടുണ്ട്. എനിക്കിതും ഇഷ്ടമായിട്ടാ. എനിക്കിതും ഇഷ്ടമായിട്ടാ. നോക്കെ കഴിച്ചു നോക്കെ. ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള, ഓണിയനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. പക്കോട കഴിക്കാനാ. ബേബി വീഡിയോ കണ്ടിട്ട് എന്താ പറഞ്ഞേ? ഞാനില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഈത്തപ്പഴം ചൂടുവെള്ളമായിരിക്കും, അങ്ങനെയാണെന്ന്. അതൊക്കെ സിമ്പിൾ കടികളല്ലേ ബേബി? നിങ്ങൾ അവിടെ തകർക്കൂടെ ചൈനയിൽ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടിക്ക് വേറെ ടേസ്റ്റ് അല്ലേ? നോക്കട്ടെ. ഷാനത് കഴിച്ചു നോക്കെ. ഇതിട്ടിട്ട് സോസ് ഇട്ട് കഴിച്ചു നോക്കട്ടെ. കടിച്ചിട്ടേക്കണേ അങ്ങനെ ഇടല്ലേ? കഴിച്ച് ഫുള്ള് കഴിച്ച് ഹെൽത്തി പക്ഷെ ലാസ്റ്റ് ഓക്കെ അല്ലേ? കഴിക്കാലോ. ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ബിരിയാണി കഴിക്കല്ലേ? സുനുവിന് ബിരിയാണി കഴിക്കണം. Sunu Mall is gonna have the authentic biryani by Mashura Bashir. ഒരു കൊതിക്ക്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് പറയും. സാലഡ് ഇല്ല, ആ അത് വേണമായിരുന്നു. ബട്ട് ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഉണ്ടാക്കി സാലഡ് വേണ്ട മച്ചി, ഇത് മതി. ഇതാണ് വെച്ച് ടേസ്റ്റ്. ഞാൻ ചിലപ്പോൾ മറ്റേ അച്ചാറുമായിട്ട് കഴിക്കും. അപ്പൊ ഇന്നത്തെ നോമ്പ് തര ഇത്രേ ഉള്ളൂ. എൻ്റെ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നാളെ കാണാം. എന്താണ് ഞാൻ വിന്നേഴ്സിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരുന്ന ആൾക്കാർ എനിക്ക് മെയിൽ ചെയ്യണില്ലല്ലോ. നിങ്ങൾ മെയിൽ ചെയ്താലേ എനിക്ക് അയക്കാൻ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം, 2 നേരം വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടും. വെയിറ്റിംഗ് ലിസ്റ്റിലാ സെലക്ട് ആക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഡെയിലി വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ആരെ വിന്നേഴ്സ് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അറിയുന്ന ആൾക്കാർ മെയിൽ ചെയ്യണം. മഷൂറത്തിൽ ഒഫീഷ്യൽ മെയിൽ ഐ ഡിക്ക് മെയിൽ ചെയ്യണം. നിങ്ങളുടെ മെയിൽ കിട്ടിയാലേ എനിക്കത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ആ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
And yeah, that's it. We'll see you all tomorrow. Bye, guys.